Hi, next topic is modification rule and principle of superposition. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. സോൾവ് by 2 dash minus 2y dash minus 3y equal to 2 e raised to 3x using method of undetermined coefficients. നമ്മൾ ഈ അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസ് വെച്ച് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഈ സൂപ്പർ പൊസിഷൻ റൂളിന്റെ ആവശ്യം വരുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. എന്താണ് നമ്മുടെ ഇക്വേഷൻ? by 2 dash minus 2y dash minus 3y equal to 2 e raised to 3x. Put it as equation number 1. എന്താണ് by 2 dash? d square y minus 2 y dash എന്താണ്? dy minus 3y equal to 2 e raised to 3x. ഇനി എന്ത് ചെയ്യണം? ആ y പുറത്താക്കാം. അപ്പൊ എന്താവും? d square minus 2d minus 3 into y equal to 2 e raised to 3x. ഇത് സോൾവ് ചെയ്യാനാണ്. സോൾവ് ചെയ്യുമ്പോൾ എന്താണ്? y ഈക്വൽ ടു കിട്ടും, അത് എക്സിലായിരിക്കും. അപ്പൊ അതിന് രണ്ട് പാർട്ട് ഉണ്ട്, സി എഫും പി ഐയും. സി എഫ് എന്താണ്? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. അത് കണ്ടുപിടിക്കുന്നതാണ് ആദ്യം. അപ്പൊ ഇവിടുത്തെ ആക്സിലറി ഇക്വേഷൻ എന്താണ്? ആക്സിലറി ഇക്വേഷൻ ഈസ് ഇതാണ്ട് ഇത്രയും എടുത്താൽ മതി. ഡിക്ക് വരെ എം കൊടുക്കണം. എം സ്ക്വയർ മൈനസ് 2m മൈനസ് 3 ഈക്വൽ ടു 0. ഇതെന്താണ്? എം മൈനസ് 3 ഇൻറ്റു എം പ്ലസ് 1 ഈക്വൽ ടു 0 എന്നാണ്. അപ്പൊ എന്താണ്? എം ഈക്വൽ ടു 3യും എം ഈക്വൽ ടു മൈനസ് 1 രണ്ട് റൂട്ട്സ് കിട്ടി. അപ്പൊ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്താണ്? ബൈ സി ബൈ കോംപ്ലിമെന്ററി, അതായത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് c1 e raised to 3x പ്ലസ് c2 e raised to മൈനസ് x ഇങ്ങനെ കിട്ടി. ഇനി എന്താണ് ആർ ഓഫ് എക്സ്? ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 e raised to 3x ആണ്. ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു വരുന്ന പാർട്ട് 2 e raised to 3x. e raised to 3xന്റെ ഒരു പാർട്ട് ഇവിടെ വരുന്നില്ലേ അല്ലേ? e raised to 3x ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഇൻകൺസിസ്റ്റൻസി വരാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെ വരും എന്ന് നോക്കാം. ഇൻകൺസിസ്റ്റൻസി അതായത് e raised to 3xന്റെ സെയിം ടൈം ഇവിടെയും ഉണ്ട്. അത് 2 e raised to 3x ആണ്. ഇത് c1 e raised to 3x. e raised to 3xന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഒരു ഇൻകൺസിസ്റ്റൻസി വരും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മോഡിഫിക്കേഷൻ റൂൾ അല്ലെങ്കിൽ സൂപ്പർ പൊസിഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ആ ഇൻകൺസിസ്റ്റൻസി എങ്ങനെ വരുന്നത് നോക്കണ്ടേ? അപ്പൊ എന്താണ് നമ്മൾ ചൂസ് ചെയ്യുന്ന വൈ പി? വി ചൂസ് വൈ പി ആസ് എ ഇ റൈസ് ടു 3x. ഇതല്ലേ നമ്മൾ പഠിച്ചത്? ഇ റൈസ് ടു വരുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന വൈ പി എന്താണ്? എ ഇ റൈസ് 3x. അപ്പം വൈ പി ഡാഷ് എന്ത് വരും? 3a ഇ റൈസ് 3x. വൈ പി 2 ഡാഷ് എന്ത് വരും? 9a e raised to 3x. ഇത്ര ഇക്വേഷൻ നമ്പർ 1 കൊടുക്ക്. ഇക്വേഷൻ നമ്പർ 1 ബിക്കംസ് by 2 dash അതായത് 9a e raised to 3x മൈനസ് 2y dash. y dash എന്താണ്? 3a e raised to 3x മൈനസ് 3a e raised to 3x ഈക്വൽ ടു 2 e raised to 3x എന്നാണ് അല്ലേ? അപ്പൊ എന്ത് വരും? 9a 6a രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ 3a മൈനസ് 3a 0 അല്ലേ? 0 e raised to 3x ഈക്വൽ ടു 2 e raised to 3x എന്നാണ്. e raised to 3x വെട്ടിക്കളഞ്ഞ പിന്നെ എന്താണ് കിട്ടുന്നത്? എക്ക് ഒരു വാല്യൂ കിട്ടിയോ? അവിടെ നിന്ന് എക്ക് വാല്യൂ കിട്ടിയില്ല. അതാണ് ഇൻകൺസിസ്റ്റൻസി. നമുക്ക് അവിടെ എക്ക് വാല്യൂ കിട്ടിയില്ല. അപ്പൊ ഇങ്ങനെ പ്രൊസീഡ് ചെയ്ത് പോയിട്ട് കാര്യമില്ല. നമ്മൾ e raised to ax വന്നുകൊണ്ടാണ് ട്രയൽ സൊല്യൂഷൻ a e raised to 3x എന്ന് കൊടുത്തത്. അപ്പോഴെന്ത് വന്നു? ഒരു ഇൻകൺസിസ്റ്റൻസി വന്നു. നമുക്ക് സൊല്യൂഷൻ കിട്ടാത്തൊരവസ്ഥ വന്നു. എക്ക് വാല്യൂ കിട്ടിയില്ലല്ലോ. എക്ക് ഒരു വാല്യൂ കിട്ടണം. എന്തുകൊണ്ടാണ് എക്ക് വാല്യൂ കിട്ടാത്തത്? ഈ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ് ഈ കിട്ടിയത്. കണ്ടോ? ആ സെയിം ടൈം ഇവിടെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് ആ ഇൻകൺസിസ്റ്റൻസി വന്നത്, ടൈപ്പ് വന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മോഡിഫിക്കേഷൻ റൂൾ ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യാം. അത് പറയുന്നത് ഒരു എക്സും കൂടെ കൊടുത്താൽ മതി. ഈ വൈ പർട്ടിക്കുലർ ഇല്ലേ? വൈ പി ആ ട്രയൽ സൊല്യൂഷൻ ഇതിന്റെ കൂടത്ത് ഒരു എക്സ് കൂടെ കൊടുത്താൽ മതി. അപ്പൊ എന്ത് വരും? ax e raised to 3x. ഇത്രയും മാത്രം മതി. നമ്മൾ സാധാരണ എടുക്കുന്നതിന്റെ കൂട്ടത്ത് ഒരു എക്സും കൂടെ കൊടുത്തു. അപ്പൊ എന്തായി? വൈ പി ഈക്വൽ ടു ax e raised 3x. ഇനി വൈ പി ഡാഷ് കണ്ടുപിടിക്കാം. വൈ പി ഡാഷ് എന്താണ്? ഇങ്ങനെ കൊടുക്കുന്നതിന്റെ പേരാണ് മോഡിഫിക്കേഷൻ റൂൾ ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. അപ്പൊ സാധാരണഗതിയിൽ ചെയ്ത് വന്നപ്പോഴേ ഒരു ടൈപ്പ് വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് അല്ലെ? ഒരു എക്സും കൂടെ ഇൻഡ് ചെയ്തപ്പോഴത്തെ കിട്ടി. അതെന്തുകൊണ്ടാണ്? ഈ ആർ ഓഫ് എക്സിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ് ഈ ഹോമോജീനിയസ് പാർട്ടിന്റെ സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു എക്സും കൂടെ ഇൻഡ് ചെയ്തു.
ഇനി വൈ പി ഡാഷ് എന്താണ്? ഇവിടെ പ്രോഡക്റ്റ് റൂൾ വേണ്ടേ? എ ഇൻറ്റു എക്സ് ഇ റൈസ് 3x ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഇ റൈസ് 3x 3 ഇ റൈസ് 3x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇ റൈസ് ടു 3x ഇൻറ്റു എക്സിന് 1. ഇതല്ലേ? ഇനി എന്താണ് വൈ പി ടു ഡാഷ് കണ്ടുപിടിക്കാം. വൈ പി ടു ഡാഷ് എന്താണ്? എ വെളി കിടക്കട്ടെ. ഇവിടെ എന്ത് വരും? 3 ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഇ റൈസ് 3x 3 ഇ റൈസ് 3x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ അവിടെ ഒരു 3 ഉണ്ട്. സെക്കൻഡ് ഫംഗ്ഷൻ ഇ റൈസ് 3x ഇൻറ്റു എക്സിന് 1 പ്ലസ് ഇ റൈസ് 3x 3 ഇ റൈസ് ടു 3x. ഇതല്ലേ? അപ്പൊ എന്ത് കിട്ടി? എ ഇൻറ്റു 9x ഇ റൈസ് 3x പ്ലസ് 3 ഇ റൈസ് ടു 3x പ്ലസ് 3 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാലോ 6 ഇ റൈസ് 3x അല്ലേ? അതായത് 9ax ഇ റൈസ് ടു 3x പ്ലസ് 6a ഇ റൈസ് 3x. ഇനി എന്ത് ചെയ്യണം? ഈ കിട്ടിയതെല്ലാം അടുത്ത ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. അപ്പൊ ഇക്വേഷൻ നമ്പർ 1 എന്തായിട്ട് മാറും? 1 ബിക്കംസ് വൈ ടു ഡാഷിന് പകരം ആ വൈ പി ടു ഡാഷ്, അതായത് 9ax ഇ റൈസ് ടു 3x പ്ലസ് 6a ഇ റൈസ് ടു 3x മൈനസ് 2y ഡാഷ് എന്താണ്? 2 ഇൻറ്റു നമ്മുടെ y ഡാഷ് എന്താണ്? ആ വൈ പി ഡാഷ് കൊടുക്കാം. എന്താണ് വൈ പി ഡാഷ്? ആ എ അകത്തോട്ട് കയറ്റാം. എ എക്സ് ഒരു 3 ഉണ്ട്. 3ax ഇ റൈസ് ടു 3x പ്ലസ് എ ഇ റൈസ് ടു 3x മൈനസ് 3y മൈനസ് 3 ഇൻറ്റു y എന്താണ്? ആ വൈ പി എ എക്സ് ഇ റൈസ് ടു 3x ഈക്വൽ ടു 2 ഇ റൈസ് ടു 3x എന്നാണ്. എല്ലാത്തിലും ഇ റൈസ് 3x ഉണ്ടല്ലോ, അതും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് വരും? 9ax പ്ലസ് 6a മൈനസ് 6ax മൈനസ് 2a മൈനസ് 3ax ഈക്വൽ ടു 2. ഇ റൈസ് 3x എല്ലാ ടേമിനകത്തും ഉണ്ട്, അതും ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നത് എന്താണ്? 9ax മൈനസ് 6ax 3ax മൈനസ് 3ax. അപ്പൊ അതങ്ങ് പോയി. ax ടൈം ഇല്ല. ബാക്കി എന്താണ്? 6a മൈനസ് 2a 4a അല്ലേ? 4a ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പൊ a എന്താണ്? 2/4 ആണ്. അതായത് 1/2 എന്ന് കിട്ടി. a 1/2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ സൊല്യൂഷൻ എന്താണ്? ബൈ പർട്ടിക്കുലർ ബൈ പി എന്ന് പറയുന്നത് ax ഇ റൈസ് ടു 3x എന്നാണ്. എക്ക് ഈ വാല്യൂ കിട്ടിയല്ലോ 1/2 x ഇ റൈസ് ടു 3x. ഇതാണ് ബൈ പർട്ടിക്കുലർ ഇന്റഗ്രൽ കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്താണ്? കംപ്ലീറ്റ് സൊല്യൂഷൻ y ഈക്വൽ ടു CF പ്ലസ് PI അല്ലേ? രണ്ടും കൂടെ ആഡ് ചെയ്യണം. CF എന്താണ്? നേരത്തെ കിട്ടിയ C1 ഇ റൈസ് ടു 3x പ്ലസ് C2 ഇ റൈസ് ടു മൈനസ് എക്സ് പ്ലസ് PI എന്താണ്? ഇപ്പൊ കിട്ടിയ x ഇ റൈസ് ടു 3x ബൈ 2. കണ്ടോ? നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. Next question is solve the non-homogeneous linear differential equation dy by dx minus y equal to e raised to x എന്ന് പറഞ്ഞാൽ എന്താണ്? y dash minus y equal to e raised to x എന്നാണ്. Put it as equation number 1. Equal to 0 വരുന്ന ഇക്വേഷൻ ആണ് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈക്വൽ ടു 0 അല്ലാത്തതാണ് നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈക്വൽ ടു സംതിങ് വരുന്നതാണ് നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ വെറും CF മാത്രമേ ഉള്ളൂ, PI ഇല്ല. കാരണം ഈക്വൽ ടു 0 ആണ്. ഈക്വൽ ടു 0 വരുമ്പോൾ അതിന്റെ സൊല്യൂഷൻ y ഈക്വൽ ടു CF മാത്രം, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുമ്പോഴാണ് സൊല്യൂഷൻ y ഈക്വൽ ടു കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഇത് നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ആ പേര് കണ്ട് പേടിക്കേണ്ട, ഇതാണ് സംഭവം. എന്താണ്? ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ആദ്യം കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കാണണം. y ഡാഷ് എന്താണ്? dy മൈനസ് y ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് എന്നാണ്. അതായത് d മൈനസ് 1 ഇൻറ്റു y ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് എന്നാണ്. എന്താണ് ആക്സിലറി ഇക്വേഷൻ? m മൈനസ് 1 ഈക്വൽ ടു 0 എന്നാണ്. അപ്പൊ എമ്മിന് 1 ഒരു റൂട്ടേ ഉള്ളൂ, ഒരു റൂട്ട്. അപ്പൊ എന്ത് എഴുതാം? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ, അതായത് y കോംപ്ലിമെന്ററി എന്ന് പറയുന്നത്
C1 e റൈസ് ടു എക്സ്. ഇതാണ്. ഇനി എന്താണ് ആർ ഓഫ് എക്സ്? ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സ് ആണ്. ആ ഇ റൈസ് ടു എക്സ് ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ അല്ലേ? 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 അപ്പൊ എന്താ പറയാം? ആർ ഓഫ് എക്സ് ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് CF. കോംപ്ലിമെന്ററി ഫംഗ്ഷന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ് കിട്ടിയത്. അതായത് ലീനിയർലി ഡിപ്പെൻഡന്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡന്റ് എന്ന് എഴുതാം. ഈസ് ലീനിയർലി ഡിപ്പെൻഡന്റ് ഇ റൈസ് ടു എക്സ് ഈസ് ലീനിയർലി ഡിപ്പെൻഡന്റ് കോംപ്ലിമെന്ററി ഫംഗ്ഷനും ഈ കിട്ടിയ ആർ ഓഫ് എക്സുമായിട്ട് ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്. ലീനിയർ കോമ്പിനേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം ട്രയൽ സൊല്യൂഷൻ ബൈ പി എന്ന് പറയുന്നത്? വി ടേക്ക് ദ ട്രയൽ സൊല്യൂഷൻ ബൈ പി എന്നുകൊണ്ട് സാധാരണ എടുക്കുന്നത് എ ഇ റൈസ് ടു എക്സ് എന്നാണ്. സാധാരണ എടുക്കുന്നത് എ ഇ റൈസ് ടു എക്സ് എന്നാണ്. അപ്പൊ ഇതൊരു ലീനിയർ കോമ്പിനേഷൻ ആയതുകൊണ്ട് എന്ത് വേണം? നമുക്കൊരു എക്സും കൂടെ കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് പറ്റും? എക്ക് വാല്യൂ കിട്ടൂല. നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു ഇൻകൺസിസ്റ്റൻസി വരും. അതായത് എക്ക് വാല്യൂ കിട്ടൂല. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു എക്സും കൂടെ കൊടുക്കാം. ചെയ്ത് വന്നിട്ട് പിന്നെ കിട്ടാതെ വരുമ്പോൾ എക്സ് കൊടുത്താലും മതി. അപ്പൊ എന്താണ് ബൈ പി എന്ന് പറയുന്നത്? വി ടേക്ക് ദ പർട്ടിക്കുലർ ഇന്റഗ്രൽ ബൈ പി ഈക്വൽ ടു എ എക്സ് ഇ റൈസ് ടു എക്സ്. അപ്പം ബൈ പി ഡാഷ് എന്താണ്? എ ഇൻറ്റു പ്രോഡക്റ്റ് റൂൾ വേണം. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ഇ റൈസ് ടു എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് എക്സിന് 1 അല്ലേ? അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എന്തായി? ഇക്വേഷൻ നമ്പർ 1 ഈക്വൽ ടു വൈ ഡാഷ് മൈനസ്, അതായത് എ എക്സ് ഇ റൈസ് ടു എക്സ് പ്ലസ് എ ഇ റൈസ് ടു എക്സ് മൈനസ് വൈ എന്താണ്? എ എക്സ് ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് എന്നാണ്. അപ്പൊ ഇ റൈസ് ടു എക്സ് വെട്ടിക്കളയാലോ. എന്ത് വരും? എ എക്സ് പ്ലസ് എ മൈനസ് എ എക്സ് ഈക്വൽ ടു 1 എന്നാണ്. എ എക്സും മൈനസ് എ എക്സും വെട്ടിപ്പോകും. എ ഈക്വൽ ടു 1 അത് കിട്ടി. എക്ക് വാല്യൂ കിട്ടി. അപ്പൊ എന്താണ് നമ്മുടെ വൈ പർട്ടിക്കുലർ? വൈ പർട്ടിക്കുലർ എന്ന് പറയുന്നത് എ എക്സ് ഇ റൈസ് ടു എക്സ് ആണ്. എക്സിന് 1. അപ്പോൾ വൈ പർട്ടിക്കുലർ എന്ത് കിട്ടി? എ ഇ റൈസ് ടു എക്സ് എന്ന് കിട്ടി. എക്സിനല്ല 1, എക്കല്ലേ 1. അപ്പോൾ എന്ത് വന്നു? എക്ക് 1 കൊടുക്കുമ്പോൾ എക്സ് ഇ റൈസ് ടു എക്സ് എന്ന് കിട്ടി. അപ്പം വൈ പിയും കിട്ടിക്കഴിഞ്ഞു, വൈ സിയും കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് സൊല്യൂഷൻ വൈ എന്താണ്? കംപ്ലീറ്റ് സൊല്യൂഷൻ വൈ ഈക്വൽ ടു വൈ സി പ്ലസ് വൈ പി. വൈ സിയും വൈ പിയും കൂടെ ആഡ് ചെയ്താൽ മതി. വൈ സി എന്താണ്? C1 ഇ റൈസ് ടു എക്സ് പ്ലസ് വൈ പി എന്താണ്? എക്സ് ഇ റൈസ് ടു എക്സ്. കണ്ടോ? ഇതാണ് മോഡിഫിക്കേഷൻ റൂൾ ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. നമ്മൾ ഈ സാധാരണ ഗതിയിൽ എന്താണ് കൊടുക്കുന്നത്? എ ഇ റൈസ് ടു എക്സ് ആണ് കൊടുക്കുന്നത്. അത് കൊടുത്തു വരുമ്പോൾ നമുക്ക് എക്ക് വാല്യൂ കിട്ടില്ല. ആ കിട്ടാതെ വരുന്ന സന്ദർഭത്തിലാണ് നമ്മളൊരു എക്സും കൂടെ കൊടുക്കുന്നത്. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് സോൾവ് യൂസിംഗ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസ്. ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതുക. y2 dash minus 7y dash plus 12y equal to t e raised to 4t. ഇക്വേഷൻ നമ്പർ 1. ആദ്യം എന്ത് വേണം? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കാണണം, പിന്നെ പർട്ടിക്കുലർ ഇന്റഗ്രൽ കാണണം. ഇവിടെ കിട്ടുന്ന സൊല്യൂഷൻ y ആണ്. y കിട്ടുന്ന t-യിലാണ്. കണ്ടോ? t ആണ്, x അല്ല. നമ്മൾ ഇതുവരെ ചെയ്ത പോലെ x എന്ന് എഴുതും, പക്ഷെ x അല്ല, t ആണ്. എന്താണ് y2 dash എന്ന് പറഞ്ഞാൽ? d സ്ക്വയർ y മൈനസ് 7 y dash എന്താണ്? dy പ്ലസ് 12y ഈക്വൽ ടു t e റൈസ് ടു 4t. അതായത് d സ്ക്വയർ മൈനസ് 7d പ്ലസ് 12 ഇൻറ്റു y ഈക്വൽ ടു t e റൈസ് ടു 4t അല്ലേ? അപ്പൊ എന്താണ് ആക്സിലറി ഇക്വേഷൻ? ആക്സിലറി ഇക്വേഷൻ ഈസ് m സ്ക്വയർ മൈനസ് 7m പ്ലസ് 12 ഈക്വൽ ടു 0 എന്നാണ്. അപ്പൊ എന്ത് വരും? ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? m മൈനസ് 3 ഇൻറ്റു m മൈനസ് 4 ഈക്വൽ ടു 0 എന്നല്ലേ? അതായത് ഇൻറ്റു m 12 കിട്ടണം, ആഡ് m മൈനസ് 7 കിട്ടണം. കാൽക്കുലേറ്റർ അടിച്ച് നോക്കിയാൽ മതി, 2 റൂട്ട്സും കിട്ടും. അപ്പൊ m ഈക്വൽ ടു 3ഉം 4ഉം ആണ്. m 3ഉം 4ഉം. അപ്പൊ എന്താണ് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ? അതായത് y കോംപ്ലിമെന്ററി C1 e റൈസ് ടു 3t. കണ്ടോ? t-യിലാണ്. നമുക്ക് x എഴുതാനുള്ള ടെൻഡൻസി വരും. x അല്ല, t ആണ്. C1 e റൈസ് ടു 3t പ്ലസ് C2 e റൈസ് ടു 2t 4t. ഇത് എഴുതി കഴിഞ്ഞു. ഇനി എന്താണ് നമ്മുടെ ആർ ഓഫ് എക്സ്? ആർ ഓഫ് എക്സ് ഈസ് ഓഫ് ദ ഫോം t
ടി ഇ റൈസ് ടു 40 എന്നാണ്. ആർ ഓഫ് എക്സ് ടി ഇ റൈസ് ടു 40 എന്നാണ്. അപ്പൊ നമ്മൾ എന്താണ് ട്രയൽ സൊല്യൂഷൻ എടുക്കുന്നത്? വി ടേക്ക് ദ ട്രയൽ സൊല്യൂഷൻ ബൈ പി ആർ ഓഫ് എക്സ് അല്ല, ഇവിടെ ആർ ഓഫ് ടി അല്ലേ, ആർ ഓഫ് ടി. അപ്പം ബൈ പി ടി എന്താണ്? ബൈ പർട്ടിക്കുലർ ഇൻ ടി എന്താണ്? നമ്മൾ സാധാരണ കൊടുക്കുന്ന ട്രയൽ സൊല്യൂഷൻ എന്താണ്? ടിക്ക് പകരം എ ടി പ്ലസ് ബി ഇൻറ്റു ഇ റൈസ് ടു 40 എന്നല്ലേ അല്ലേ? അതൊന്ന് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? എ ടി ഇ റൈസ് ടു 40 പ്ലസ് ബി ഇ റൈസ് ടു 40 എന്നല്ലേ? ഇതുമായിട്ട് പ്രശ്നമുണ്ടോ നോക്കി നോക്കും. നേരത്തെ കിട്ടിയ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഇതാണ്. അതിന്റെ സെക്കൻഡ് പാർട്ടും ഇതിലൊരു പാർട്ടും ലീനിയർ കോമ്പിനേഷൻ അല്ലേ? ഇത് രണ്ടും ലീനിയർ ഡിപെൻഡന്റ് സൊല്യൂഷൻസ് അല്ലേ? കണ്ടോ? ഇ റൈസ് ടു 40 ഇവിടെയും വന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഇൻകൺസിസ്റ്റൻസി വരും. ചെയ്തു വരുമ്പോൾ പ്രശ്നം വരും. എയും ബിയും കണ്ടുപിടിക്കാൻ പറ്റൂല. അപ്പോൾ എന്ത് കൊടുക്കാം? ഇപ്പോഴേ നമുക്ക് ആ സൂപ്പർ പൊസിഷൻ തിയറി അപ്ലൈ ചെയ്യാം. ഒരു ടീം കൂടെ എക്സ്ട്രാ കൊടുത്താൽ മതി. സോ വി ടേക്ക് ബൈ പി ടി എന്താണ്? ബൈ പി ടി ഈക്വൽ ഒരു ടീം കൂടെ കൊടുക്കാം. ടി ഇൻറ്റു എ ടി പ്ലസ് ബി ഇ റൈസ് ടു 40 ആസ് ട്രയൽ സൊല്യൂഷൻ. നമ്മൾ ട്രയൽ സൊല്യൂഷൻ കൊടുക്കും. അല്ലെങ്കിൽ എന്താണ്, നമ്മളങ്ങ് നേരത്തെ ചെയ്തു പോകും. ചെയ്തു പോകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടൂല. കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യണം? നമുക്കൊരു ടീം കൂടെ കൊടുക്കണം എന്നുള്ള ചിന്ത വരണം. കണ്ടോ? ഒരു എക്സ്ട്രാ ഒരു ടീം കൂടെ കൊടുത്ത് ചെയ്യണം. ഇതാണ് ട്രയൽ സൊല്യൂഷൻ. ഇനി എന്താണ്? നമുക്ക് ബൈ പി ഇപ്പൊ ഇതിനകത്തോട്ട് കയറ്റാം. എ ടി സ്ക്വയർ പ്ലസ് ബി ടി ഇ റൈസ് ടു 40 എന്നല്ലേ? നമുക്ക് ബൈ പി ടി ഡാഷ് കണ്ടുപിടിക്കാം. ബൈ പി ടിയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? ഇത് പ്രോഡക്റ്റ് റൂൾ വേണം. ആദ്യം എ ടി സ്ക്വയർ പ്ലസ് ബി ടിക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ്. അതായത് എ ടി സ്ക്വയർ പ്ലസ് ബി ടി ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് എന്താണ്? ഇ റൈസ് ടു 40ക്ക് 4 ഇ റൈസ് ടു 40 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇ റൈസ് ടു 40 ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് എന്താണ്? 2 എ ടി പ്ലസ് ബി. അടുത്ത ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ബൈ പി 2 ഡാഷ് എന്താണ്? ഒരു 4 കോൺസ്റ്റന്റ് ഉണ്ട്. 4 ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എ ടി സ്ക്വയർ പ്ലസ് ബി ടി ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് 4 ഇ റൈസ് ടു 40 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇ റൈസ് ടു 40 ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് 2 എ ടി പ്ലസ് ബി പ്ലസ് ഇത് ഒരു ടൈം ആയതേ ഉള്ളൂ. ഇനി അടുത്തൊരു ടൈം ഉണ്ട്. വീണ്ടും പ്രോഡക്റ്റ് റൂൾ വേണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇ റൈസ് ടു 40 ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് എന്താണ്? 2a പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ 2a ടി പ്ലസ് ബി ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് 4 ഇ റൈസ് ടു 40. ഇനി എന്ത് ചെയ്യണം? ഇതെല്ലാം എടുത്ത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കണം. കുറച്ച് ലെങ്തി ആയിട്ട് വരും. അപ്പോഴത്തേക്ക് നമുക്ക് ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് ടി സ്ക്വയർ ചെയ്യാം, ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് ടി ചെയ്യാം. ആദ്യം ഇതെല്ലാം കൂടെ എടുത്ത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കും. അപ്പൊ എല്ലാത്തിലും ആ ഇ റൈസ് ടു 40 എന്നുള്ള ടേം വരെ അതൊന്ന് ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നതിന്റെ കോഎഫിഷ്യൻസ് ഓഫ് ടി സ്ക്വയർ കമ്പയർ ചെയ്യാം. ഇപ്പുറത്ത് ടി സ്ക്വയർ ഇല്ലല്ലോ, അപ്പൊ 0 ഇവിടെ വരുന്നത്. അപ്പൊ നമുക്കൊരു എ കിട്ടും. അടുത്ത് കോഎഫിഷ്യന്റ് ഓഫ് ടി കാണാം. അടുത്ത് ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് കോൺസ്റ്റന്റ് ടേം കൂടെ ചെയ്യാം. ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ കോൺസ്റ്റന്റ്സ് എയും ബിയും കിട്ടും. കുറച്ച് ലെങ്തിയാണ്, ക്ഷമയോടുകൂടി ചെയ്യുക. നമുക്ക് ഈ കിട്ടിയ ബൈ പി ഡാഷ് ബൈ പി 2 ഡാഷ് ഇതെല്ലാം ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ആദ്യം എന്താണ്? ബൈ 2 ഡാഷ് ആണ്. ഇത്രയും ബ്രാക്കറ്റ് മാറ്റി എടുക്കും. അത് തന്നെ ഇത്രയും ഒരു സ്റ്റെപ്പ് മുഴുവൻ ഉണ്ട്. അടുത്ത് -7 ടൈംസ് ബൈ ഡാഷ്. ബൈ ഡാഷിന് 7 ടൈംസ് മൈനസ് ചെയ്തപ്പോൾ ഉള്ള ടേമാണ് ഇത്. പിന്നെ അടുത്താണ് പ്ലസ് 12y കൂടെ ഉണ്ട്. 12y ഈക്വൽ ടു ടി ഇ റൈസ് ടു 40 എന്നാണ്. ആ ഇക്വേഷൻ നമ്പർ 1 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ. ഇനി എന്താണ്? ഈ 12 എ ടി സ്ക്വയർ ഇ റൈസ് ടു 40 അതേപോലെ 28 എ ടി സ്ക്വയർ ഇ റൈസ് ടു 40 കൂടെ വരുമ്പോൾ -12 എ ടി സ്ക്വയർ ഇ റൈസ് ടു 40 ആണ്. ഇതാ ഇവിടെ ഒരു 12 എ ടി സ്ക്വയർ ഇ റൈസ് ടു 40 ആണെന്ന് വെട്ടിപ്പോയി. അപ്പൊ എ ടി സ്ക്വയർ വരുന്ന ഒന്നുമില്ല. അടുത്ത് വരുന്നത് 16 ബി ടി ഇ റൈസ് ടു 40 ബി ടി വരുന്നത്. ബി ടി വരുന്ന ഏതൊക്കെയുണ്ട്? 12 ബി ടി ഇ റൈസ് ടു 40. അപ്പൊ 28 ബി ടി ഇ റൈസ് ടു 40. ഇവിടെ ഒരു -28 ബി ടി ഇ റൈസ് ടു 40 ഉണ്ട്. അപ്പം ഈ ബി ടി വരുന്നത് ഇല്ല. അതൊക്കെ വെക്കഴിഞ്ഞു. ഇനി എന്താണ് ഈ 2 വരേണ്ടത്? 8 എ ടി. അപ്പൊ എ ടി വരുന്നത് 8 എ ടി. ഇപ്പൊ 16 എ ടി. ഇനി എ ടി വരുന്ന ഏതുണ്ട്? നടക്കുന്നു 16 എ ടി -14 എ ടി. ഇപ്പൊ 2 എ ടി. 2 എ ടി ഇ റൈസ് ടു 40.
ഇനിയുള്ളതാണ് സർക്കിൾ ഇടാതെ 4b ബി ഇടത് 4b ബി വരുന്നത് 4b ഉണ്ട് 4b ഉണ്ട് 8b ഉണ്ട് -7b വരുമ്പോൾ ഒരു b b e⁴t. ഇനി ബാലൻസ് ആയിട്ട് ഒരു ടൈമേ ഉള്ളൂ. അത് ഏതാണ്? ഈ 2a e⁴t ഈക്വൽ ടു t e⁴t. ഇനി e⁴t എല്ലാത്തിലും ഉണ്ട്, അതങ്ങ് വെട്ടിക്കളയാം. കണ്ടോ, e⁴t എന്നുള്ള ടൈം എല്ലാത്തിലും ഉണ്ട്, അതങ്ങ് വെട്ടിക്കളയാം. അപ്പൊ ബാക്കി എന്ത് വന്നു? 2at പ്ലസ് b പ്ലസ് 2a ഈക്വൽ ടു t എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് t ഓൺ ബോത്ത് സൈഡ്സ്. t വരുന്നത് രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കില്ലേ? അപ്പൊ ഇവിടെ t വരുന്നത് 2a, അവിടെ t വരുന്ന 1, 2a ഈക്വൽ ടു 1 ആണ്. അപ്പൊ a ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. ഇനി എന്താണ്? ഇക്വേറ്റിംഗ് ദ കോൺസ്റ്റന്റ് ടൈംസ്. ഇക്വേറ്റിംഗ് ദ കോൺസ്റ്റന്റ് ടൈം വരുമ്പോൾ b പ്ലസ് 2a ഈക്വൽ ടു 0 എന്നാണ്. അപ്പൊ ഇവിടെ നമുക്ക് എക്ക് ഒരു 1/2 എന്നുള്ള വാല്യൂ കിട്ടി. അപ്പം ബി എന്താണ്? ബി എന്ന് പറഞ്ഞാൽ -2a, അതായത് -1 എന്നും കിട്ടി. എക്കും ബിക്കും വാല്യൂ കിട്ടി കഴിഞ്ഞു. നമ്മുടെ ട്രയൽ സൊല്യൂഷൻ YP എന്താണ്? at² പ്ലസ് BT ഇൻറ്റു e⁴t എന്നാണ്. a എന്ന് പറഞ്ഞാൽ 1/4 ആണ്, b -1 ആണ്. ആ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ എന്ത് കിട്ടി? 1/4 t² മൈനസ് t ഇൻറ്റു e⁴t എന്ന് കിട്ടി. ഇനി എന്താണ് നമ്മുടെ കംപ്ലീറ്റ് സൊല്യൂഷൻ y എന്ന് പറയുന്നത്? കംപ്ലീറ്റ് സൊല്യൂഷൻ y ഈക്വൽ ടു yc പ്ലസ് yp. ycയും ypയും കൂടെ ആഡ് ചെയ്താണ്. yc നേരത്തെ കിട്ടിയായിരുന്നു, c1 e⁻³ പ്ലസ് c2 e⁻⁴t പ്ലസ് yp എന്താണ്? ഇപ്പൊ കിട്ടിയ ബ്രാക്കറ്റ് മാറ്റിയിടാം. അതായത് t²/4 e⁻⁴t മൈനസ് t e⁻⁴t. ഇതാണ് കണ്ടോ. അപ്പൊ ഇതാണ് മോഡിഫിക്കേഷൻ റൂൾ ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. അപ്പോൾ ഒരു ടൈപ്പ് വരുമ്പോഴാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ കോഎഫിഷ്യന്റ് വാല്യൂസ് കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ ഒരു ഇൻറ്റു ടിയും കൂടെ എക്സ്ട്രാ കൊടുക്കുമ്പോഴത്തേക്ക് അതാണ് മോഡിഫിക്കേഷൻ റൂൾ ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ഓക്കെ, താങ്ക് യു.